ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ബ്രെഡ് പക്കോട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ബ്രെഡ് പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് മുറിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ബ്രെഡെല്ലാം ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഗ്രേറ്റ് ചെയ്തതിന് പകരം ചെറുതായിട്ട് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്താണ് എടുത്തത്. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. ഒന്നര കപ്പ് കടലമാവ് ചേർക്കാം. ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടാണ് കുഴച്ചെടുത്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മാവ് ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയും കട്ടി വേണ്ട, കുറച്ചുകൂടി ലൂസാക്കി എടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം. മാവ് ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. മാവ് കുഴച്ചെടുക്കുമ്പോൾ ഇതുപോലെ ലൂസാക്കി എടുക്കണം. കൈവച്ച് ഇതുപോലെ എടുത്തിടാൻ, അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് കോരി ഇടാനുള്ള പരുവത്തിൽ മാവ് റെഡിയാക്കി എടുക്കണം. തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ മാവ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ കൈ വെച്ച് എടുത്തിട്ട് കൊടുത്താലും മതി. ഇതിന് വലിയ ഷേപ്പൊന്നും വേണ്ട, കോരി വെറുതെ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് കളർ മാറുമ്പോഴേക്കും തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡ് ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. നമ്മുടെ ബ്രെഡ് പക്കോട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മാവും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മുഴുവൻ മാവ് ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.